2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. തൃശൂർ രാമനിലയത്തിൽ വൈകിട്ട് 3:30-ക്കാണ് പ്രഖ്യാപനം. 38 ചിത്രങ്ങളാണ് ജൂറിയുടെ അന്തിമ പരിഗണനയിൽ ഉള്ളത്. മികച്ച നടനുള്ള കടുത്ത മത്സരത്തിൽ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയും കിഷ്കിന്ധാകാണ്ഡത്തിലെ അഭിനയത്തിന് ആസിഫ് അലിയുമാണ് പരിഗണിക്കപ്പെടുന്നത്. എഡ്വിൻ പൗലോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. എഡ്വിൻ, ഈ മികച്ച നടന്മാരുടെ പട്ടികയിലുള്ള കാര്യം നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന്, നടിമാരുടെ പട്ടികയിൽ ആരാണ് മാറ്റുരയ്ക്കുന്നത്? പരസ്പരം ഏതൊക്കെ ചിത്രങ്ങളാണ് പ്രധാനമായും മികച്ച ചിത്രത്തിനൊക്കെയുള്ള മത്സരത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, എഡ്വിൻ? ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ 2024 മലയാള സിനിമ ഏറ്റവും ഉയർച്ചയെത്തിയ വർഷമായിരുന്നു. കാരണം മികച്ച ഒരുപാട് സിനിമകളാണ് 2024 പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ജൂറി അടക്കം വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. ഒടുവിൽ മമ്മൂട്ടിയും ആസിഫ് അലിയുമാണ് മികച്ച നടന്മാരുടെ പട്ടികയിൽ അവസാന ഘട്ടത്തിൽ മത്സരിക്കുന്നത്. കൊടുമൻ പോറ്റി എന്ന കഥാപാത്രത്തിന് ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി, തന്നെ കിഷ്കിന്ധാകാണ്ഡം ലെവൽ ക്രോസിംഗ് ചിത്രത്തിലെ അഭിനയത്തിന് ആസിഫ് അലിയുമാണ് മികച്ച നടന്മാരുടെ പട്ടികയിലുള്ളത്. അതോടൊപ്പം തന്നെ വിജയരാഘവനും കിഷ്കിന്ധാകാണ്ഡത്തിലെ അപ്പുണ്ണി എന്ന കഥാപാത്രത്തിൽ വിജയരാഘവനും സാധ്യത പട്ടികയിലുണ്ട്. ഓൾ വി മാജിസ്ട്രേറ്റ് ചിത്രത്തിലെ പ്രകടനത്തിൽ ദിവ്യപ്രവീം, അതോടൊപ്പം തന്നെ കനി കുസൃതിയുമാണ് മികച്ച നടിമാരുടെ പട്ടികയിലുള്ളത്. അതോടൊപ്പം തന്നെ ഷബ്ന ഹംസ എന്ന് പറഞ്ഞ നടി ഫെമിലിച്ചി ഫാത്തിമ ചിത്രത്തിലെ പ്രകടനത്തിലും പട്ടികയിലുണ്ട്. വൈകിട്ട് 3:30 കൂടി തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും മികച്ച നടൻ, ആരായിരിക്കും മികച്ച നടി എന്നുള്ള കാര്യങ്ങളിൽ അറിയാൻ വേണ്ടി തന്നെ. കാരണം നേരത്തെ സൂചിപ്പിച്ചത് തന്നെ 2024 മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ പുറത്തിറങ്ങിയ വർഷം തന്നെയായിരുന്നു. ഇന്ത്യയുടെ സിനിമ ബോർഡിൽ തന്നെ മലയാള സിനിമ വളരെ വലിയ അടയാളപ്പെടുത്തിയ വർഷം കൂടി തന്നെയായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ കൊയ്ത വർഷം കൂടി തന്നെയായിരുന്നു. ഏറ്റവും മികച്ച അടുത്ത കാലത്ത് ഏറ്റവും മികച്ച മലയാള സിനിമ ഇറങ്ങിയ വർഷം കൂടി ആയതുകൊണ്ട് തന്നെ ഒരു പിടി നല്ല മലയാള സിനിമകൾ പുറത്തിറങ്ങിയ വർഷം കൂടി ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് മലയാള സിനിമ ഈ അവാർഡിനെ നോക്കിക്കാണുന്നത്. വളരെയധികം പ്രകാശ് രാജിൻ്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെ എല്ലാ ആരാധകരും കാത്തിരിക്കുകയാണ്. മമ്മൂട്ടിക്കായിരിക്കാം അവാർഡ് എന്ന രീതിയിലാണ് ഒരുപാട് സംസ്ഥാനങ്ങൾ നടക്കുന്നത്. കാരണം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുകയാണെങ്കിൽ വളരെ ചർച്ച. കാരണം 8 മാസം ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി പുറത്തിറങ്ങുന്നു, ഒരു അവാർഡ് കൂടി ലഭിക്കും. അദ്ദേഹത്തിൻ്റെ അവാർഡിന് വളരെ തിളക്കം കൂടി കൂടും. മമ്മൂട്ടിക്കായിരിക്കാം അവാർഡ് എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും മുമ്പോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ആസിഫ് അലിയും ഒട്ടും വിട്ടുകൊടുക്കാതെ തൊട്ടുപുറകെ തന്നെയുണ്ട് കിഷ്കിന്ധാകാണ്ഡത്തിലെ ലെവൽ ക്രോസിലെ പ്രകടനത്തിലും. എഡ്വിൻ പൗലോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നമുക്ക് 3:30 വരെ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്താനുള്ള ഒരു സമയം കൂടിയാണ്.